നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के पवित्र नाम की महिमा हो पाए. IPC NR വെസ്റ്റ് സോണിന്റെ ഈ കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുക്കുവാൻ ആദ്യത്തെ ദിവസം കർത്താവിന്റെ വചനം സംസാരിക്കുവാനായി എനിക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. IPC NR वेस्ट जोन के इस कन्वेंशन के प्रथम दिन रात में मुझे आप लोगों के साथ शामिल होकर परमेश्वर का वचन मनादी करने का अवसर मिला, इसलिए मैं परमेश्वर का धन्यवाद स्तुति महिमा करता हूं. ഈ യോഗത്തിന് ഇന്നത്തെ ഈ ദിവസം അനുഗ്രഹീത നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജസ്റ്റിസ് തങ്കച്ചൻ ആദരണീയ കർത്തൃദാസന് വന്ദനം പറയുന്നു, നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. और आज के इस सभा के अध्यक्ष आशीषित परमेश्वर के दास पास्टर जस्टिस तंगचन को मैं अपना आभार व्यक्त करता हूं. പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജു പി നായർ എന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ച അനുഗ്രഹീത കർത്തൃദാസൻ, സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സജി സൈമൺ, മറ്റെല്ലാ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരെയും ഞാൻ പ്രത്യേകം ഗ്രീറ്റ് ചെയ്യുന്നു, വന്ദനം പറയുന്നു. और इस जोन के अध्यक्ष आशीष में परमेश्वर के दास पास्टर राजू पी नायर और इस जोन के सचिव पास्टर सजी साइमन और आदरणीय सारे परमेश्वर के सेवक लोगों को मैं अपनी वंदना आदार करता हूं. ഈ മെസ്സേജ് പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഹാൻസൺ പാസ്റ്റർ, ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ഇവാഞ്ചലിസ്റ്റ് സ്റ്റാൻലി എബ്രഹാം, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവ വചനത്തിന്റെ ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. और आज हमारे बीच में आराधना में अगुवाई किए हुए परमेश्वर के दास पास्टर स्टैनली एब्राहम और सारे लोगों को मैं अपनी वंदना कहते हुए हम वचन की मनादी की ओर प्रवेश करें. എഫേസ് ലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യമാണ് കുറിവായി വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. इफिसियों की पत्री 5वें अध्याय और उसकी 14वीं आयत को हम पढ़कर आगे जाएंगे. എല്ലാവരും നിങ്ങളുടെ ബൈബിൾ തുറന്ന് ഈ വാക്യം നോക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എഫീഷ്യൻസ് ചാപ്റ്റർ 5:14. അത് കർത്താവിന്റെ ദാസൻ ഹിന്ദിയിൽ വായിക്കാം. सभी लोग अपने बाइबल को खोलकर इन वचनों को थोड़ा पढ़ें और स्मरण करें, और मैं इसको भी हिंदी में पढ़ना चाहूंगा. प्रेज़ लॉर्ड. इफिसियों की पत्री 5वें अध्याय और उसकी 14वीं आयत. इस कारण वो कहता है, हे सोने वालों जाग और मुर्दे में से जी उठ, तो मसीह की ज्योति तुम पर चमकेगी. ഈ വാക്യങ്ങൾക്കായി, ഈ വായിച്ചു കേട്ട വാക്യത്തിനായി നമ്മൾ ഇരിക്കുന്നിടത്ത് കൈയുയർത്തി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്യാമോ? കർത്താവേ, ഇന്നത്തെ ഈ ദിവസം ഈ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തിൽ നമ്മുടെ കൈയുയർത്തി ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്യാം. इस वचन के सामने हम जहां पे अपने अपने स्थानों पे बैठे हैं, अपने पवित्र हाथों को उठाकर हम परमेश्वर का धन्यवाद करें और हम प्रभु से बोलें, हे प्रभु, इस वचन के द्वारा आप हमसे बात करें. ഇങ്ങനെ ഒരു വാക്യം, ഒരു ശബ്ദം ഒരു കൺവെൻഷൻ യോഗത്തിലോ ഒരു സഭാ യോഗത്തിലോ പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. इस प्रकार का एक वचन, एक आयत एक कन्वेंशन में, एक सभा की आराधना में बोलना शायद ये उतना उत्तम नहीं होगा. ആർക്കും ഇഷ്ടമല്ല ഉറങ്ങുന്നവനാ നീ മരിച്ചവർ ഇടയിൽ എഴുന്നേക്കാൻ പറയുന്ന ആർക്കും ഇഷ്ടമല്ല. कोई नहीं चाहता कि कहें, हे सोने वालों मुर्दों में से जाग उठो, ये हम उनसे कहें तो शायद उन्हें पसंद नहीं है. ഒരു ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ അവിടുത്തെ വിശ്വാസികളോട് സൺഡേയിൽ പറയുക, മരിച്ചവരെ, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിപ്ലവം ഉണ്ടാകും. ഒന്നിയിൽ പാസ്റ്റർ സന്ദേശം മാറ്റും, ഇല്ലെങ്കിൽ ആൾക്കാർ വരാതാവും, വലിയ പ്രശ്നം ഉണ്ടാവും. अगर एक इतवार को पासवान अपने विश्वासियों से बोले, हे सोने वालों जाग और मुर्दों में से जी उठो, तो वहां पे बड़ा आपातकाल हो जाएगा. या तो पास्टर को अपना संदेश बदलना पड़ेगा, नहीं तो वहां पे कुछ ना कुछ गड़बड़ी जरूर होगी. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? इस आयत का अर्थ क्या है? ആരാ ഈ ഉറങ്ങുന്നവർ? कौन है ये सोने वाले लोग? ആരാ മരിച്ചവരുടെ ഇടയിൽ കിടന്നുറങ്ങുന്നത്? और कौन है जो मुर्दों के बीच में पड़े होकर सो रहे हैं? അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച സഭകളിൽ ഏറ്റവും വിശേഷതയുള്ള ഒരു സഭയാണ് ഈ എഫെസസിലെ ദൈവസഭ. पौलुस के द्वारा सींचा गया कलीसियाओं में एक बहुत ही मुख्य कलीसिया है एफेसियों की कलीसिया.
ഏറ്റവും കൂടുതൽ ഒരു ഇടത്ത് പൗലോസ് ചെലവഴിച്ചത് 3 വർഷം ഈ എഫെസസിലാണ്. 3 years പൗലോസ് ഇവിടെ വചനം പഠിപ്പിച്ച സ്ഥലമാണ്. और सबसे अधिक समय बिता हुआ एक स्थान है और कलीसिया है ये इफिसियों की कलीसिया। 3 साल वहां पे रहकर वचन को सिखाया। അവിടുള്ള എല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. और यहाँ के सभी लोग जो है वो यीशु मसीह पर विश्वास करता है। ये प्रेरितों के पुस्तक 19वें अध्याय और उसकी 14वीं आयत में लिखा हुआ है। 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 5-ാം വാക്യം അടുത്ത വാക്യത്തിൽ സ്നാനപ്പെട്ടവരാണ്. ഈ സഭയിലുള്ള എല്ലാവരും സ്നാനപ്പെട്ടവരുമാണ്. और उसकी 5वीं आयत में इस कलीसिया के सारे लोग बपतिस्मा लिए हुए हैं। അന്യഭാഷ പറയുന്നവരാണ്. अन्य भाषा में प्रार्थना करने वाले हैं। നമ്മുടെ ഇടയിലൊക്കെ അന്യഭാഷകൾ നമ്മൾ ആഗ്രഹിക്കുന്നതും മറ്റു പലരെക്കാട്ടിൽ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നവരുമാണ്. और हमारी कलीसिया में हम इसको ज्यादा चाहते हैं और दूसरों से अधिक हम इसको अपने व्यायाम के रूप में इसको हम प्रयोग में लाते हैं। ഇവരോട് എന്തുകൊണ്ടാ പറയുന്നേ? ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടത് കൊണ്ട് എല്ലാം ആയില്ലേ? और इनसे क्यों कहता है हे सोने वालों जागो मुर्दों में से जी उठो? क्या बपतिस्मा के द्वारा सब कुछ पूरा नहीं हुआ? അന്യഭാഷ പറയുന്നോണ്ട് എല്ലാം ആയില്ലേ? अन्य भाषा बोलने से सब कुछ पूरा तो हो गया ना? അതോ അന്യഭാഷ ഇവരുടെ നിന്ന് പോയോ? या तो इनकी अन्य भाषा क्या खत्म हो गई? അതോ കൺവെൻഷൻ യോഗത്തിൽ ഇവർ വന്ന് കൈകെട്ടിയിരിക്കുകയാണോ? या कन्वेंशनों में सभाओं में आने के बाद हाथ बांधे हुए बैठे हुए हैं? ആദ്യം തുടങ്ങിയപ്പോഴത്തെ അതേ ശബ്ദം ഇപ്പോഴും ഉണ്ട്. और शुरुआत जैसी इनकी हुई थी वो बोली आज भी है। ബൈബിൾ വായിക്കുന്നവരാ, और बाइबल पढ़ने वाले लोग हैं। ഇവിടെ ഭയങ്കര ഡെലിവറൻസ് നടന്ന ഒരു സ്ഥലമാണ് ഈ എഫെസസ് എന്ന് പറയുന്ന സ്ഥലം. और इफिसो की स्थान में बहुत ज्यादा छुटकारा हुआ स्थान है। 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ വാക്യത്തിലെ ഒരു പദം ഞാൻ കാണിക്കാം. അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്യുകയാൽ എന്നൊരു പദം അവിടെ കാണാം. എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് നടന്ന സ്ഥലമാണിത്. और यहाँ पे असाधारण चमत्कार इस स्थान में हुआ है। ये प्रेरितों के पुस्तक 19वें अध्याय में है। പൗലോസ് ഇതെന്താ ഇങ്ങനെ വിളിക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് ഫെയർ. എഫേസസിൽ 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഉറങ്ങുന്നവനെ എന്ത് ചെയ്തു ഇവര്? വാട്ട് ഡിഡ് ദേ ഡു റോങ്? और पौलुस इस प्रकार से बुलाना शायद उत्तम नहीं है। इन्होंने ऐसा कौन सी गलती कर दी जिससे पौलुस बोलता है हे मुर्दों में से जाग उठो? എഫെസസിൽ എത്ര അമ്പലങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? इफिसुस में कितना मंदिर है क्या आपको ये मालूम है? 50 എണ്ണം സ്ഥിതി ചെയ്യുന്ന 2 ലക്ഷം പേര് തിങ്ങിപ്പാർക്കുന്ന ഒരു പട്ടണമാണ് ഈ എഫെസസ്. और 2 लाख की आबादी और लगभग 50 मंदिर स्थिर होने वाला एक छोटा सा नगर है इफिसस। ആ 2 ലക്ഷം പേരുള്ള പട്ടണത്തിൽ നിന്നും 100 പേരായിരിക്കും സഭയിൽ ഇരിക്കുന്നത്. അവരെ നോക്കിയാ പറയുന്നേ ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ എഴുന്നേക്കുക. ഇവരെ നോക്കി പറയുന്നത് ശരിയാണോ? और शायद ये 2 लाख में से 100 ही लोग होंगे जो कलीसिया में आए हुए होंगे और उनको देखकर कहते हैं मुर्दों में से जाग उठो। മറ്റുള്ളവർ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോ ഇവർ യേശുവിനെ ആരാധിക്കുന്നവരല്ലേ? അവരെ നോക്കി ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ അത് ടൂ മച്ച് അല്ലേ? ടൂ മച്ച്. और दूसरे लोग से जब मूर्ति की आराधना करते हैं और ये लोग जब प्रभु की सच्ची आराधना करते हैं तो इनको देखकर हे सोने वालों जागो मुर्दों में से जी उठो ये कहना क्या अधिक नहीं हो गया? ഞാന് ഓർത്തത് ഇത് ടൂ മച്ചാ. കാരണം എങ്ങനെ പറയാൻ തോന്നും? ഇവരൊരു സ്റ്റെപ്പ് എടുത്തവരല്ലേ? और मुझे लगता है कि ये बहुत अधिक हो गया। ऐसा कैसे बोल पाएंगे? क्योंकि इन्होंने एक निर्णय और एक कदम अपने जीवन में लिया है। മറ്റുള്ളവർ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി വണങ്ങുമ്പോ ഇവർ യേശുവിന്റെ അടുക്കെ ബൈബിള് പിടിച്ചോണ്ട് റിവൈവൽ മീറ്റിംഗിന്റെ ആദ്യത്തെ ദിവസം വന്ന് ഇരുന്നില്ലേ? और दूसरे लोग अर्तमिस देवी के सामने जाके जब प्रणाम करते हैं ये लोग परमेश्वर का वचन लेकर कलीसिया में आते हैं तो क्या इनको ये बोलना उचित है?
ഞാന് ഇന്ന് നിങ്ങളോട് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. എപ്പോഴാ ദൈവം നമ്മളെ നോക്കി നീ ഉറങ്ങുന്നവനാണ്, നീ മരിച്ചവരുടെ എഴുന്നേക്കണം, എപ്പോഴാ പറയാൻ സാധ്യത? और मैं आप लोगों का ध्यान ज्यादा चाहता हूं, ध्यान से आप सब लोग रहें। कब ये परमेश्वर लोगों से कहता है, हे सोने वालों जागो, मुर्दों में से जी उठो। 19 വാക്യം കൂടെ കാണിക്കാതെ എനിക്ക് ഈ ലേഖനത്തിലേക്ക് വരാൻ ഒക്കത്തില്ല. ഇത്രയും കാണിച്ചതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് ആക്ട്സ് 19:19. സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, അന്യഭാഷയുണ്ട്, എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾസ് ഉണ്ട്, അപ്പോസ്തലൻ പാസ്റ്റർ ആയിട്ടുണ്ട്, 3 വർഷം ബൈബിൾ പഠിപ്പിച്ചു. ഇതിനെക്കാട്ടിലെല്ലാം അപ്പുറത്തേതാണ് 19:19. और 19 के प्रेरितों के पुस्तक 19वें अध्याय की 19 आयत ना बताते हुए मैं नहीं जा सकता, क्योंकि इन्होंने हाल बपतिस्मा लिया है और उन्होंने पवित्र आत्मा को पाया है। 3 साल पौलुस यहाँ पे रहकर इन्होंने वचन सिखाया, बड़े अद्भुत कार्य इनके बीच में हुए हैं। ക്ഷുദ്രപ്രയോഗം നടത്തിയവർ, മാജിക്കൽ ഇതിനകത്ത് വിച്ച് ക്രാഫ്റ്റിനകത്ത് ഇരുന്നവർ, അപ്പോസ്തോലന്റെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിച്ചപ്പോ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ്. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട്. ഭയങ്കര ഉണർവ് നടന്ന ഒരു സഭയാണിത്. जादू टोना करने वाले लोग सब लोग अपनी पोतियों को इकट्ठा कर उन जला दिए गए। अगर उसकी कीमत लगा दी जाए तो 50,000 चांदी के सिक्के आते हैं। बहुत ही बड़ा एक रकम था वो। എന്താ ഇവിടെ സംഭവിച്ച ഈ സഭയിൽ? पर इस कलीसिया में कौन सी घटना ऐसी घट गई? നമ്മുടെ സമൂഹത്തിൽ എന്ത് സംഭവിച്ചു പോയി? हमारे समाज के अंदर कौन सा कार्य हो गया है? ഒരു കാലഘട്ടത്തിൽ ആത്മനിറവിന് വേണ്ടി ഇറങ്ങിയ സമൂഹം, और एक समय जो आत्मा की भरपूरी के लिए निकले हुए एक समाज थे हम लोग। വചനത്തിന് വേണ്ടി ഇറങ്ങിയ സമൂഹം, और वचन के लिए निकले हुए एक समाज थे हम लोग। ജ്ഞാനപ്പെട്ടിറങ്ങിയ സമൂഹം, और बपतिस्मा लेकर अलग निकले हुए एक समाज था। പോയും പൈസ മുടക്കി വിടുതൽ കിട്ടാത്തത് സഭയിൽ വന്ന് വിടുതൽ കിട്ടിയ ആ അനുഭവങ്ങൾ. और बाहर पैसा खर्च कर जिनको छुटकारा चंगाई नहीं हुई, कलीसिया में आकर वे चंगाई और छुटकारे को प्राप्त किए हुए समाज। ഈ സഭയെ എന്തുകൊണ്ടാ വിളിക്കുന്നത് ഉറങ്ങുന്നവരെ എന്ന് വിളിക്കാൻ കാര്യം എന്താ? और इस कलीसिया को क्यों पुकारा जा रहा है कि हे सोने वालों करके? അത്ഭുതം പോയതല്ല, और अद्भुत खत्म हो गया ये नहीं है। ജീസസ് പോയതല്ല, यीशु इनके बीच में से चला गया ऐसा भी नहीं है। ജീവിതം പോയതാ. और जीवन या जिंदगी इनके जीवन से चली गई। ജീസസ് പോയതല്ല, और यीशु इनके बीच में से हटा नहीं, ജീവിതം പോയി. इन जीवन जो है इनके जीवन से खत्म हो गया। അതിന് 5-ാം അധ്യായം ശ്രദ്ധിച്ചു നോക്കണം. 14 തുടങ്ങുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. और इसलिए ये 5वें अध्याय की 14वीं आयत को ध्यान से सुने। इस कारण कहकर इस आयत शुरू होता है। ഏത് കാരണം? എന്താ അതിന്റെ മുമ്പുള്ള വാക്യത്തിൽ പറയുന്നത്? ചാപ്റ്റർ 5 വേഴ്സ് 8 ഓൺവേഴ്സ്, 5ന്റെ 8-ാം വാക്യം മുതൽ ഒരു പ്രത്യേക കാര്യം പൗലോസ് പറയുക. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. और यहाँ पे कौन सा कारण है, किस बात है, ये 8वीं आयत से लेकर पौलुस कहता है जो इनके जीवन की घटी का सबसे मुख्य कारण है। 5ന്റെ 8 നോക്കിയേ. 5वें अध्याय की 8वीं आयत को देखिए। മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. पहले तो तुम अंधकार में थे। ഇരുട്ടിലായിരുന്നു എന്നല്ല, ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. अंधकार ഇരുളായിരുന്നു. अंधकार में है नहीं, बल्कि अंधकार में थे। നിങ്ങൾ ഇരുളായിരുന്നു. और तुम में अंधकार था। യേശു ഇല്ലാഞ്ഞപ്പോ പൈസ ഉണ്ടായിരുന്നു, പക്ഷെ ഇരുളായിരുന്നു. और जब यीशु नहीं था तब शायद हमारे पास पैसा था पर हम अंधकार में थे। വീടുണ്ടായിരുന്നു, പക്ഷെ ഇരുളായിരുന്നു, ഡാർക്ക്നെസ്. और घर हमारे पास था पर हम अंधकार में थे। എന്ന് പറഞ്ഞ എന്താ? ഇരുളായിരുന്നു എന്ന് പറഞ്ഞ എന്താ? अंधकार का मतलब उसका अर्थ क्या है? 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. और 4th अध्याय और उसकी 18वीं आयत.
അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരുന്നു. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ 4-ാം അധ്യായം 18 കാണുന്ന അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം യേശുവില്ലാതെ ദൈവജീവനില്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. और यहाँ पे अंधेरे का मतलब क्या है? वो 4 अध्याय और उसकी 18वीं आयत से, क्योंकि उनकी बुद्धि अंधेरी हो गई और उन अज्ञानता के कारण, उसमें मन की कठोरता के कारण वे परमेश्वर के जीवन के वचन से अलग हो गए और इस कारण इनका जीवन जो है अंधेरा और जीवन रहित हो गया. നമ്മളെ മനുഷ്യർ വിലയിരുത്തുന്ന പലപ്പോഴും വേറെ രീതിയില്ല. യേശു ഉണ്ടായിരുന്നപ്പോ എന്ത് കിട്ടി, യേശു ഇല്ലായിരുന്നപ്പോ എന്തായിരുന്നു, മനുഷ്യർ പറയുന്ന സാക്ഷ്യം വേറെയാ. और लोग हमारी कीमत कैसे लगाते हैं? यीशु से पहले हम कैसे थे, यीशु में आने के बाद हम कैसे हैं, और हमारी आज की गवाही के आधार पर लोग करते हैं. ഇവൻ രോഗിയായിരുന്നു, പക്ഷേ യേശു വന്നപ്പോ ഇവൻ സൗഖ്യമായി. അതാ നമ്മൾ പറയുന്നത്. और हम लोग ये कहते हैं ये एक बीमार व्यक्ति था, यीशु आने के बाद ये चंगा हो गया. ഇവൻ റെന്റ് വീട്ടിലായിരുന്നു, പക്ഷെ യേശു വന്നപ്പോ ഇവൻ ഓൺ ഹൗസ് വാങ്ങിച്ചു. ये पहले किराए के घर में रहते थे, पर अभी यीशु आने के बाद जो है वो खुद का मकान में रहता है. ഇവൻ സൈക്കിളായിരുന്നു, ഇവൻ ഇപ്പൊ കാറിലാ വരുന്നത് യേശുവിനെ അറിഞ്ഞതുകൊണ്ട്. और ये पहले साइकिल में चलता था, पर यीशु आने के बाद अभी ये 4 कार में चलता है. പുതിയ നിയമത്തിൽ എങ്ങും ഈ വൊക്കാബുലറി നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല, യേശുവിനെ അറിഞ്ഞത് നിമിത്തം. और नए नियम में इस प्रकार का कोई शब्द अर्थ आप कभी नहीं पाएंगे कि यीशु मसीह में आने के बाद ऐसा हुआ है. കഴിഞ്ഞ ആഴ്ചയാണ് സിവിൽ സർവീസിന്റെ എക്സാം റിസൾട്ട് വന്നത്. और पिछले हफ्ते जो है आईएएस का नहीं तो सिविल सर्विस का एग्जाम का परिणाम घोषित किया गया. നിങ്ങള് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ പരിശോധിച്ചോ? आपने क्या परिणाम को देखा उसमें? അതിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ യേശുവിൽ വിശ്വസിച്ച ആരെങ്കിലും കണ്ടോ? और उसमें पहले 10 सूची में यीशु पर विश्वास करने वाले किसी को देखा? യേശുവിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല IAS-ൽ പാസ്സാകാൻ. और आईएएस में आपको उत्तीर्णता पाने के लिए यीशु पर विश्वास की जरूरत नहीं है. CA എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ യേശുവിൽ വിശ്വസിക്കേണ്ട കാര്യമില്ല. और इस प्रकार के परीक्षाओं में परिणाम और उत्तीर्णता पाने के लिए यीशु मसीह पर विश्वास की जरूरत नहीं है. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ വീട്ടിൽ നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ 350 കാറുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. യേശുവിനെ ആവശ്യമില്ല. और आज जब हम इस प्रकार के माध्यम के द्वारा परमेश्वर की महिमा करते हैं, उस समय भारत के सबसे धनी व्यक्ति के घर में 350 कार एक साथ पार्क किया है. यीशु पर विश्वास की जरूरत नहीं है. പൗലോസിന് പറയാനുള്ള എന്താണെന്നറിയോ? पौलुस क्या बोलना चाहता है? അല്ല, പൗലോസ് അല്ല, വചനത്തിന് ഇന്ന് രാത്രി നമ്മളോട് പറയാനുള്ള എന്താണെന്നറിയോ? और नहीं, आज रात को परमेश्वर का वचन हमसे क्या कहना चाहता है? ഒരിക്കൽ നിങ്ങൾ ഇരുളായിരുന്നു. एक जमाने में, एक समय में तुम अंधेरे में थे. നിങ്ങൾക്ക് ദൈവത്തിന്റെ ജീവനില്ലായിരുന്നു. तुम में परमेश्वर का जीवन नहीं था. 2-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ പൗരത്വമില്ലായിരുന്നു, പ്രത്യാശയില്ലായിരുന്നു, ഈ ലോകത്തിൽ ദൈവമില്ലായിരുന്നു, വാഗ്ദത്തങ്ങൾക്ക് അന്യരായിരുന്നു. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു നിങ്ങൾ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. और पहले तुम कौन थे? दूसरे अध्याय की 12वीं आयत में तुम मसीह से अलग थे, इस्राएल प्रजा के पद से अलग किए गए थे, प्रतिज्ञा के वाचों के भागी नहीं थे, ईश्वरीय रहित थे, पर अभी तुम परमेश्वर में ज्योति हो. ഈ റിവൈവൽ ദിവസം ആദ്യത്തെ രാത്രിയിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ.
और ये रिवाइवल की सभा में प्रथम रात्रि में मैं आपसे इस बात को ऐलान करना चाहूंगा। നമ്മള് സാധാരണ റിവൈവലിനെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്ന എന്താണെന്നറിയോ? സഭ 100, 150 ആകട്ടെ, 20, 40 ആകട്ടെ, റിവൈവൽ എന്ന് പറയുന്നത് പലരും ചിന്തിച്ചിരിക്കുന്നത് ആൾക്കൂട്ടമാണെന്നാണ്. और हम बेदारी से क्या समझते हैं, रिवाइवल से क्या समझते हैं? हमारी कलीसिया में 100 थे, 200, 250 हो जाएंगे, 20 थे, 40 और 2 गुना हो जाएंगे, यानी हमारी बढ़ोतरी होती जाएगी। ബൈബിളിന്റെ വീക്ഷണത്തിലെ ഉണർവെന്ന് പറയുന്നത് സഭയിലൂടെ നടക്കുന്നതല്ല, സഭയിൽ ദൈവം ചെയ്യുന്ന വിശുദ്ധീകരണവും ഏത് വിളിയിലേക്കാണോ വിളിച്ചത് അതിലേക്കുള്ള മടക്കിപ്പോക്കുമാണ് ബൈബിളിന്റെ ഡെഫിനിഷനിലുള്ള റിവൈവൽ. और बाइबल के आधार पर बेदारी का मतलब है कि कलीसिया के अंदर के लोगों को परमेश्वर अपने वचनों के द्वारा उन्हें शुद्ध करे और जिस बुलावट में परमेश्वर ने उन्हें बुलाया है उसकी ओर उन्हें ले चलते जाए। പലർക്കും ഉണർവ് എന്താണെന്നറിയോ? बहुत सारे लोगों को बेदारी का मतलब क्या है? ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, എക്സ്റ്റസി. എക്സ്റ്റസി. और अंग्रेजी में एक वाक्य है एक्सटेसी का मतलब। അതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്, ആത്മനിർവൃതി. और उसका अर्थ यह है कि आत्मा की भरपूरी। ഓ, ഇന്ന് ഭയങ്കരമായിരുന്നു. और आज तो बहुत ज्यादा बेदारी और आत्मा की भरपूरी थी। ദൈവ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒഴുകിയിരിക്കുകയായിരുന്നു. और हम तो परमेश्वर की उपस्थिति में बहते भरते जा रहे थे। നിർവൃതി. और भरते जाना, आत्मिक उन्नति को पाना। യഥാർത്ഥ ഉണർവ് എന്താണെന്നറിയാം? और हकीकत और सचमुच का बेदारी का क्या अर्थ क्या है? ഞായറാഴ്ച എന്നാൽ ഭയങ്കര നിർവൃതിയുണ്ട്. और शायद इतवार को आने पर बड़ी बेदारी होती है। അവർക്ക് ഇല്ലാത്തത് എന്താണെന്നറിയാം? और उनके पास क्या नहीं है? ആത്മാവിന്റെ നിയന്ത്രണം. आत्मा का नियंत्रण। ആത്മനിർവൃതിയുണ്ട്, आत्मा की भरपूरी तो है, ആത്മനിയന്ത്രണമില്ല. पर आत्मा के द्वारा चलाए और नियंत्रित नहीं है। താളം തെറ്റിച്ചുള്ള കയ്യടിയുണ്ട്. और ताल बेताल के रूप में हम ताली बजाते हैं। കുടുംബ ജീവിതവും താളം തെറ്റി. और पारिवारिक जीवन भी बेपटरी पे हो गई है। പൗലോസ് പറയുക, ഉറങ്ങുന്നവരെ. और पौलुस कहता है, हे सोने वालों, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. मुर्दों में से जी उठो। ഇതിനല്ല ഇറങ്ങിയത്. इसके लिए नहीं निकले थे। കൈയടിച്ച് പൊട്ടിക്കാനല്ല ഇറങ്ങിയത്. ताली बजा कर बैंड बाजा बजाने के लिए नहीं निकले थे। നിർവൃതിക്ക് വേണ്ടിയല്ല ഇറങ്ങിയത്. और भरपूरी के लिए नहीं निकले थे। വെളിച്ചമായി തീരാൻ വേണ്ടിയാ ഇറങ്ങിയത്. ज्योति बनने के लिए, प्रकाश पाने के लिए निकले थे। എഫെസസിൽ 50 അമ്പലങ്ങളുണ്ട്. इफेसोस में 50 मंदिर है। 51ാമത്തെ കൂടിവരവാകാനല്ല സഭ. और 51 का एक इकट्ठे होने का स्थान नहीं था मंडली। 50 സ്ഥാപനങ്ങളെയും ആത്മശക്തിയാൽ വെല്ലുവിളിക്കുന്ന ഒരു ബദൽ സംവിധാനം, ദൈവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന, മറ്റ് അന്യ ദൈവങ്ങളുടെ ആരാധനകളെ നിഷ്ഫലമാക്കുന്ന, വെളിച്ചം കൊണ്ട് ദൈവശോഭയെ പ്രദർശിപ്പിക്കുന്ന, 1-ാം അധ്യായം 23-ാം വാക്യത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമായ സഭയാകാനാണ് പുതിയ നിയമസഭയെ വിളിച്ചിരിക്കുന്നത്. और नए नियम की कलीसिया को परमेश्वर ने इसलिए बुलाया है कि वो 50 जो स्थान है, वहां पे जो नहीं मिलता है, वहां पे जो नहीं होता है, वहां पे जो प्रकाश नहीं होता है, इसलिए पहला अध्याय में कहता है अपनी सारी भरपूरी से अपनी कलीसिया को भरने के लिए, ज्योति बनने के लिए परमेश्वर ने कलीसिया को बुलाया। ഇന്നത്തെ ദിവസം രാത്രിയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ചർച്ചിൽ വരുന്നുണ്ടോ ഇല്ലയോ, കൈ അടിക്കുന്നുണ്ടോ ഇല്ലയോ, അതല്ല, വെളിച്ചമായിട്ടുണ്ടോ? വെളിച്ചമായിട്ടുണ്ടോ? आज रात को मैं आपसे पूछना चाहता हूं कि आप कलीसिया में आए हो या ना आए हो, आप ताली बजाते हो या ना बजाते हो, पर क्या आप परमेश्वर के लिए ज्योति बन गए हो क्या? ഈ 5-ാം അധ്യായം 8 മുതൽ നോക്കിയാൽ പല ആവർത്തി വെളിച്ചം എന്നുള്ള പദം ആവർത്തിക്കുക. നമുക്കൊന്ന് നോക്കാം എന്താ ഇതിന്റെ അർത്ഥം. വെളിച്ചമാകുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? 5वें अध्याय की 8वीं आयत से आप नीचे
पढ़ेंगे अनेक बार यहाँ पे प्रकाश प्रकाश का शब्द इस्तेमाल किया गया है। ये प्रकाश शब्द का अर्थ क्या है? 5:8 പറയുന്നു, ഇപ്പോ വെളിച്ചം ആകുന്നു, നിങ്ങൾ വെളിച്ചമായി, യു ആർ ലൈറ്റ്. और अभी 5:8 में कहता तुम ज्योति हो, तुम ज्योति हो गए हो. പക്ഷേ 9 എന്താണെന്നറിയോ? വെളിച്ചത്തിലായി എന്ന് പറഞ്ഞ് റിലാക്സ് ചെയ്യാൻ ഒക്കത്തില്ല. വെളിച്ചത്തിൽ നടക്കണം. അതിനാ നമ്മൾ സഭയിൽ വന്നിരിക്കുന്നത്. नवी आयत में प्रकाश ज्योति हो उसका मतलब नहीं है ज्योति में आपको चलना है, इसलिए आपको कलीसिया में लाया है. 10ാം വാക്യത്തിൽ വെളിച്ചത്തിന്റെ ഫലമെന്ന് പറഞ്ഞ് 3 കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. വെളിച്ചത്തിന്റെ ഫലം ഇതൊക്കെയാ. और आगे ज्योति का फल क्या है, 3 बातें वहां पे बताई गई है. 5:13 പിന്നെയും വെളിച്ചത്താൽ ബോധം വരും എന്നൊരു പദവും കാണാം. 4 ആവർത്തി നിങ്ങൾ വെളിച്ചമാകുന്നു, നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം, വെളിച്ചത്തിന്റെ ഫലം ഇതൊക്കെയാണ്, വെളിച്ചത്താൽ ബോധം വരും, അതുകൊണ്ട് ഉറങ്ങുന്നവരെ എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവരെന്ന് ആരെയാ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ വെളിച്ചത്തിലായെന്ന് പറഞ്ഞിട്ട് വെളിച്ചത്തിൽ നടക്കാത്തവരെയാണ് ഉറങ്ങുന്നവരായി ബൈബിൾ വിളിക്കുന്നത്. ज्योति है, ज्योति में चलना है, ज्योति के 3 का फल है, और उसके बाद कहता है ज्योति से आपको ज्ञान मिलता है, और इन सारी बातों में पाने वालों के लोगों के लिए कहता है इस कारण तुम्हें मुर्दों में से जी उठना है. ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ഉറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ എന്താ ഇവർക്ക് മിസ്സിംഗ് എന്ന് നിങ്ങൾക്കറിയാം? आप ध्यान से सुने, सोने वाले का मतलब क्या है, इनके जीवन से कौन सी बात नष्ट होती जा रही है. എന്റെ ഭാവന ഞാൻ പറയാം. FSS സഭയിലോട്ട് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചെന്നാൽ അവിടെ ഇളകി മറിയുന്ന സഭയാണ്. और मेरी सोच और कल्पना में मैं बताता हूं, अगर इतवार के सुबह के समय 10 बजे आप इफिसुस की कलीसिया में जाएंगे तो आराधना के साथ उमड़ने वाले लोग हैं. അവിടെ ഭയങ്കര പ്രസംഗമുണ്ട്. और वहां पे बड़ा कार्य हो रहे हैं. പക്ഷെ ഉറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? पर सोने वाले का मतलब क्या है? 2 പ്രാവശ്യം ഒരു വാക്ക് ഈ ഭാഗത്ത് ആവർത്തിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കണം. 5:7 വാക്യത്തിലും 5:11 വാക്യത്തിലും ശ്രദ്ധിച്ചു നോക്കി. यहाँ पे 2 पद ध्यान से देखिएगा, 5 के 7 में और 11वें अध्याय में 2 वाक्य शब्द पौलुस वहां पे उनके बारे में कहते हैं. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. എല്ലാരും കണ്ടോ ആ വാക്ക്? Do not be partakers with them. और 7वीं आयत को सभी लोग ध्यान से देखें, इसलिए तुम उनके सहभागी ना हो. എന്താ വെളിച്ചത്തിൽ വന്ന ആളിന്റെ ലക്ഷണം? और प्रकाश में ज्योति में आए हुए लोगों का चिन्ह क्या होगा? വെളിച്ചത്തിൽ വന്നാലേ കൈയടിക്കാനൊക്കത്തുള്ളൂ. क्या ज्योति में आने से ही ताली बजा पाएंगे? വെളിച്ചത്തിൽ വരാത്തവർക്കും കൈയടിക്കാം. और जो ज्योति में ना आए हैं वे भी ताली बजा सकते हैं. വെളിച്ചത്തിൽ വന്നില്ലെങ്കിലും നൃത്തം ചെയ്യാം. और ज्योति में बिना आने से भी आप नाच सकते हैं. വെളിച്ചത്തിൽ വന്നില്ലേലും പ്രസംഗിക്കാം. और ज्योति में ना आने से भी आप प्रचार कर सकते हैं. വെളിച്ചത്തിൽ നടക്കാത്ത ഒരാൾക്ക് പ്രവചിക്കാൻ ഒക്കുവോ? क्या ज्योति में ना चलने वाले कोई व्यक्ति भविष्यवाणी कर सकता പാസ്റ്റർ है? അതൊക്കത്തില്ല. പാസ്റ്റർ ആദ്യം പറഞ്ഞൊക്കെ കയ്യടിയൊക്കെ സമ്മതിക്കാം, പ്രവചിക്കാനൊന്നും ഒക്കത്തില്ല. आप पास्टर जी आपने जो शुरू में बोला सब ठीक है, पर ज्योति में जो नहीं है वो क्या भविष्यवाणी कर सकते? तो नहीं हो सकता. മത്തായിയുടെ സുവിശേഷം 7:22 എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാം? और मत्ती 7 के 22 में क्या लिख कर रखा है? നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ ചെയ്തു. യേശു പറയുന്നത് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അത്ഭുതങ്ങൾ ചെയ്യാം, പ്രവചിക്കാം. और 7 के 22 में लिखा हमने तेरे नाम से आश्चर्य में कर्म के, भविष्यवाणी के, चमत्कार किए, पर यीशु कहता मैं तुम्हें जानता ही नहीं हूं. इसका मतलब है बिना ज्योति से आप ये काम कर सकते हैं. എന്താ അൾട്ടിമേറ്റ് ഡിഫറൻസ് എന്നറിയാമോ നമ്മളും ലോകവും തമ്മിൽ? IPCNR വെസ്റ്റ് സോണിലെ ഈ റിവൈവൽ ഡേയ്സിന്റെ ഫസ്റ്റ് ഡേയിൽ ഞാൻ പറയട്ടെ, ദൈവം വിളിക്കുന്നത് പാൻഡമിക് വരുമോ ഇല്ലയോ ഇതല്ല ഇപ്പൊ പറയുന്നത്. ഉറങ്ങുന്നവരെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ there has to be some difference in our families, in our lives. और IPCNR के वेस्ट जोन के प्रथम रात के इस रिवाइवल के प्रथम रात्रि में
मैं कहना चाहूंगा, जागो सोने वालों और मुर्दों में से जी उठो। उसका मतलब है कि हमें अपने व्यक्तिगत जीवन में, पारिवारिक जीवन में एक बहुत बड़ा अंतर को बनाए रखना है। അവരോട് നോക്കി 5:7 അവരുടെ കൂട്ടാളികളാകരുത്. 5वीं अध्याय 7वीं आयत में लिखो, ध्यान से सुनो, इसलिए तुम उनके सहभागी ना बनो। ആരായി അവരെന്നറിയോ? वो कौन है? 4-ാം അധ്യായം 17-18 കണ്ട ഈ ലോകത്തിലെ വ്യക്തികൾ. और 14 अध्याय की 17वीं आयत 18वीं आयत में दिखने वाले संसारिक लोगों के बारे में है। നമ്മുടെ അയൽവക്കങ്ങളിൽ താമസിക്കുന്നവരുണ്ടല്ലോ, हमारे पड़ोस में रहने वाले लोग हैं, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ, हमारे नौकरी के स्थानों में हमारे साथ काम करने वाले दूसरे लोग हैं। രാവിലെ എല്ലാവരും നല്ല ഷർട്ട് ഇട്ട് പെർഫ്യൂം ഒക്കെ അടിച്ച് ഭയങ്കര വണ്ടിയിലൊക്കെയാ വരുന്നത്. പക്ഷെ ബൈബിൾ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? യേശുവുമായി ബന്ധമില്ലാത്ത ഒരാളെ ബൈബിൾ വിളിക്കുന്നത് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവരോട് കൂട്ടാളികളാകരുതെന്ന് പറഞ്ഞാൽ ദൈവജീവനില്ലാത്തവർ, മരിച്ചവരെന്ന് സ്വർഗം നോക്കുന്നവരുമായി കൂട്ടാളികൾ, കോ പാർട്ടേക്കേഴ്സ് ആകരുത്. और सुबह के समय अच्छा कपड़े पहनकर, अच्छा इत्र लगाकर बड़ी बड़ी गाड़ियों में चलते हैं, पर परमेश्वर इन लोगों को क्या बुलाता है? दूसरे अध्याय 1ली आयत में कहते हैं, अपराधों और पापों के कारण मरे हुए लोग हैं, इसलिए इन लोगों से आपको कोई नाता नहीं है, अलग रहना चाहिए। പാസ്റ്റർ എന്തോ പറയുന്നത്? ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകരുതെന്നാണോ പറയുന്നത്? എന്താ പറയുന്നത്? पासवान क्या कहते हैं, क्या हम उनके घर नहीं जाएं? ഞങ്ങൾ അവരുമായി നല്ല സ്നേഹബന്ധത്തിൽ ജീവിച്ചു പോവുകയാണ്. പാസ്റ്റർ പറയാണ് അവരെല്ലാം മരിച്ചവരാണ്, ഞങ്ങൾ വെളിച്ചത്തിലാണ്, നിങ്ങൾ അവരോട് കൂട്ടാളികളാകരുത്. അപ്പൊ നാളെ മുതൽ ഞങ്ങൾ റിലേറ്റീവ്സിനോടും നെയ്ബേഴ്സിനോടും ഒന്നും സംസാരിക്കണ്ട എന്നാണോ പറയുന്നത്? എന്താ പാസ്റ്റർ പറയുന്നത്? क्या पासवान आप क्या बोल रहे हैं? हम बड़े प्रेम पूर्वक एक अच्छे समाज के रूप में हम जीते चलते आ रहे हैं, आप क्या कहते हैं हम उनके साथ किसी प्रकार का कोई संबंध ना रखें? അവരോട് കൂട്ടാളികളാകരുതെന്ന് പറഞ്ഞ എന്താ അർത്ഥം എന്നറിയോ? और उनके साथ सहभागी ना हो, उसका मतलब और उसका अर्थ क्या है? അവര് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. और उसका मतलब ये है, उनके सोच के समान आपका सोच नहीं होना चाहिए। റെന്റ് വീട്ടിൽ ജീവിച്ചാലും സാരമില്ല, किराए के घर में रहो तो भी कोई घटी नहीं होगी, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാരമില്ല, और आर्थिक तंगी हो भी कोई भी तो भी कोई बात नहीं होगी। ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നു, സൗഖ്യമാക്കാൻ യേശു നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇന്നേ ദിവസം അല്ല ജീവിതത്തിൽ സൗഖ്യം അനുഭവിച്ചില്ലെങ്കിലും സാരമില്ല. और शायद हम बीमार होंगे, यीशु आज अपनी चंगाई को देने के लिए शायद तैयार होगा, पर हमें जीवन भर हमें चंगाई नहीं मिली तो भी हमें कोई बात नहीं। അവരോട് കൂട്ടാളികളാകരുത്. और उनके साथ सहभागी ना होना, അവര് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കരുത്. उनके सोच के समान आपका सोच विचार नहीं होना चाहिए। പാൻഡമിക് എല്ലാം കളഞ്ഞു പോയി, और सारे ये महामारियों ने सब कुछ बर्बाद और खत्म कर दिया है। ഞായറാഴ്ച ദിവസത്തെ കയ്യടി കാണാൻ ആരും വരത്തില്ല. और इतवार के दिन की ताली बजाने को देखने के लिए आने वाले कोई नहीं है। സൂമിനകത്തെ അന്യഭാഷ കാണാൻ ആരും വരത്തില്ല. जूम के अंदर की अन्य भाषा देखने के लिए कोई नहीं आ रहा है। വെളിച്ചത്തിലായവരുടെ ഉള്ളിൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്തോടെ, ആത്മാവിന്റെ സന്തോഷത്തോടെ, ലോകം ചിന്തിക്കുന്നതിന് ബദലായി, ലോകം ചിന്തിക്കുന്നതിന് വിപരീതമായി ചിന്തിക്കാനുള്ള ഒരു ആത്മനിറവിന് വേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചിറക്കിയിരിക്കുന്നത്. അതിൽ വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? परमेश्वर ने हमें इसलिए बुलाया है ताकि परमेश्वर हमें ज्योति में रहे और आत्मा की भरपूरी प्रभु हमें दे। हर परिस्थितियों के बीच में परमेश्वर की इच्छा को पहचानते हुए हमें आगे बढ़े, और ये विश्वास करने वाले सभी लोग हाथ उठाकर परमेश्वर की महिमा करें। കുറച്ചു പേര് പറയുന്നത് ആത്മനിറവുണ്ട്, രോഗം വരത്തില്ലെന്ന. कुछ लोग कहते हैं कि आत्मा की भरपूरी होने के कारण बीमारी नहीं आएंगे। കുറച്ചു പേര് പറയുന്നത് ആത്മനിറവുണ്ട്, എല്ലാ രോഗവും ഇപ്പൊ സൗഖ്യമാവുന്ന.
और कुछ लोग बोलते हैं आत्मा की भरपूरी है इसलिए सारी बीमारियां अभी चंगे हो जाएंगे। പക്ഷെ വെളിപ്പാടുള്ളവർ എഴുതി വെച്ച പാട്ട് എന്താണെന്നറിയാമോ? पर ज्ञान वाले हाले ज्योति पाए हुए लोगों ने कैसा गीत को लिखा है? രോഗം എന്നെ പിടിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. ഇത് 50 ആലയങ്ങളിൽ കിട്ടത്തില്ല. ഇത് സഭയിൽ മാത്രം കേൾക്കുന്ന ഒരു ശബ്ദമാ. രോഗം ഞങ്ങളെ പിടിച്ചാലും പാൻഡമിക് ഞങ്ങളെ പിടിച്ചാലും ഞങ്ങൾ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്നാലും ഒരു ഉയർപ്പുണ്ട്. യേശു വരുമ്പോ ആ ഈ താഴ്ചയുള്ള ശരീരം ഒരു ഗ്ലോറിയസ് ശരീരത്തോടെ കാണപ്പെടുന്ന ഒരു പ്രത്യാശ. അതാ ദൈവസഭ. शायद बीमारी के कारण हमारा शरीर पूरा हाल नष्ट हो जाएगा, बर्बाद हो जाएगा, पर हम अपने आंखों से परमेश्वर को देखेंगे। हमारा ये शरीर विनाशी है, विनाशमान है, पर अविनाशी शरीर को पाकर महिमा में हम अपने प्रभु को देखेंगे। इस ज्योति में और भरपूरी में हम आगे अपना जीवन को बिताते हैं। ആത്മനിറവ് എന്തിനാ വ്യാപരിക്കുന്നറിയാമോ? और वो आत्मा की भरपूरी क्यों कार्य करता है? നിങ്ങളിൽ കൈയടിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. आप ताली बजाने से मुझे कोई दिक्कत नहीं है, ഞാൻ കൈയടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. और मैं ताली बजाने के लिए चाहने वाला व्यक्ति हूँ, എനിക്ക് കൈ പൊക്കാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ്. और मैं हाथ उठाने के लिए चाहने वाला व्यक्ति हूँ। പക്ഷെ ആത്മാവിന്റെ പ്രവൃത്തി എവിടെ നടക്കുന്നതെന്ന് കാണണോ? पर आपको मालूम है आत्मा के कार्य कहाँ प्रकट होते हैं? 13-ാം വാക്യം, ഈ അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഏതുകൊണ്ടാ? 13-ാം വാക്യത്തിൽ ഒരു വാക്കുണ്ട്, ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ ആത്മപ്രവൃത്തി നടന്നാൽ ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. നോക്കിയ 13 വെളിച്ചത്താൽ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. നിങ്ങൾ കണ്ടോ വാക്ക്? എന്തിനാ ആത്മപ്രവൃത്തി? എന്റെ മൈൻഡിനെ തൊട്ട് ബോധം വരുമെന്ന് എനിക്ക് 4:18 പോലെ അന്ധബുദ്ധിയാകാതിരിപ്പാൻ. വാക്കുകളുടെ വിപരീതം നിങ്ങൾ കാണുന്നുണ്ടോ? 4:18 അന്ധബുദ്ധി, 5-ാമത്തെ അധ്യായം 13-ാം വാക്യത്തിൽ ബോധമുള്ളവർ. അതാ എഴുന്നേറ്റവരുടെ ലക്ഷണം. और हे इसलिए का मतलब है 13वें आयत में कहता है उन कामों पर उलाहना दिया जाएगा जब सब ज्योति से प्रकट हुआ जाता है और उनकी बुद्धि अंधेरी हो गई है। ये देखिए विपरीत 2 शब्द हैं, और इस कारण परमेश्वर जो है हमें जागने के लिए कहता है। 4:18 കാണുന്ന അല്പബുദ്ധി എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി പരീക്ഷയ്ക്ക് 50-ൽ 5 മാർക്കായി പോയി. അല്പബുദ്ധി, ആ അല്പബുദ്ധി അല്ല ഈ പറയുന്നത്. और यहाँ पे कम ज्ञान के बारे में कहता है कि आपको शायद गणित में 50 में से 5 ही मिला, उस ज्ञान के बारे में नहीं कहते हैं। ദൈവത്തിന്റെ ചിന്തകളില്ലാത്ത അല്പബുദ്ധി, और परमेश्वर के सोच और विचार ना रखने वाले कम ज्ञान वाले लोग, നിത്യതയെക്കുറിച്ച് ദർശനമില്ലാത്ത അല്പബുദ്ധി, और अनंत जीवन के बारे में दर्शन न रखने वाले अज्ञानी लोग, സഭയിൽ വന്നിട്ടും ആത്മാവ് തൊടാത്ത രൂപാന്തരം വരാത്ത അല്പബുദ്ധി, और कलीसिया में आने के बाद भी पवित्र आत्मा का स्पर्श पाने के बाद भी किसी प्रकार का नयापन न आने वाले अज्ञानी लोग, കൈയടിച്ച് അന്യഭാഷ പറയുന്നെങ്കിലും ഹൃദയം രൂപാന്തരപ്പെടാത്ത അല്പബുദ്ധി, और ताली बजाकर अन्य भाषा में आराधना करने के बाद भी हृदय के अंदर नया जीवन नहीं है, ऐसे अज्ञानी लोग। വെളിച്ചത്താൽ ബോധം വരുമെന്ന് പൗലോസ് പറയാ. ബോധം വരുത്തുന്ന ആത്മശക്തി. और ज्योति के कारण उन्हें उल्लाहना दिया जाएगा, ज्ञान दिया जाएगा। ഉറങ്ങുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? सोने वाले का मतलब क्या है? അവര് കൈയടിക്കുന്നുണ്ട്, वे ताली तो बजा रहे हैं, എന്നാ ബോധമില്ലാതെ. पर ज्ञान के बिना എന്ന് പറഞ്ഞാൽ എന്താ? उसका अर्थ क्या है? മരിച്ചവരോളെ പോലെ ചിന്തിക്കുന്ന ഒരവസ്ഥ. और मरे हुए लोगों के समान सोच और विचार रखने वाले लोग, നിത്യജീവൻ ഇല്ലാത്തവരെ പോലെയാണ് അവരും ചിന്തിക്കുന്നത്. और वे भी उस प्रकार के लोगों के बारे में सोचते हैं जिन्हें अनंत जीवन नहीं है। നമ്മള് ഒന്ന് ചിന്തിക്കേണ്ടതാണിത്. കാരണം നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ എന്താ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ. इस वचन के ज्योति के सामने हम अपने आप को परखना है कि हमारी गवाही और चाल चलन कैसा रहेगा।
20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പട്ടണത്തിൽ ഞാൻ വന്നു. ആ സമയത്ത് ഒന്നുമില്ല, ഒരു ബന്ധു കയറി ഇങ്ങ് വന്നതാണ്. ഇപ്പം കർത്താവ് സഹായിച്ചു, ദൈവത്തെ അറിയാനൊത്തു ഇങ്ങനൊരു സ്ഥാനത്ത് എനിക്ക് വരാൻ. ഇതാണ് നല്ല ശതമാനത്തിന്റെ സാക്ഷ്യം. और अधिकांश लोगों की गवाही यही है कि 20 साल पहले मैं इस नगर में आया, कैसे तो कैसे गाड़ी पकड़ के आया, और इधर आने के बाद परमेश्वर को जाना, बहुत ज्यादा आशीष मिल गया। ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അയൽവക്കക്കാരന്റെ സാക്ഷ്യം എന്താ? मैं आपसे पूछता हूं, आपके पड़ोसियों की गवाही क्या होगी? ഇതേ സാക്ഷ്യ. यही गवाही है। പക്ഷെ അവൻ യേശുവിനെ അല്ല പറയുന്നത്, അവന്റെ ദേവനെയോ ദേവിയോ അവൻ പറയും. पर वो यीशु को नहीं जाना है, वो अपना देव देवती के बारे में बोलेगा। യേശുവിൽ വിശ്വസിക്കാത്തവൻ അല്ലെ ദൈവത്തിലെ വിശ്വസിക്കാത്തവൻ പറഞ്ഞു, എന്റെ തലവരെയാ, എന്റെ മിടുക്കാണ്, ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ പട്ടണത്തിൽ വന്ന് എന്റെ കഴിവ് കൊണ്ട്. ഇങ്ങനെ പറയുന്നവർക്ക് നമ്മളെക്കാട്ടി കൂടുതൽ കാര്യങ്ങളുണ്ട്. അതാ വേറൊരു രസം. और आपका पड़ोसी कहेगा, ये तो मेरी होशियारी, शायद तेरे माथे पे लिखी हुई लकीर थी, और शायद हमसे भी ज्यादा वो बहुत सारी बातें कह पाएगा। സാക്ഷ്യം കേട്ടാൽ അറിയാം ഉറങ്ങുന്നവനാണോ എന്ന്. और गवाही सुनने से पता लगेगा कि क्या ये सोने वाला है। ഉറങ്ങുന്നവന്റെ സാക്ഷ്യം ഈ ലോകത്തിൽ ലഭിച്ചതിനെ കുറിച്ച് മാത്രമായിരിക്കും. और सोने वालों की गवाही जो है ना, इस संसार में पाई हुई भौतिक आशीषों के बारे में होगी। ഈ ലോകത്തിൽ കിട്ടിയ അഡ്മിഷന്റെ കാര്യം, ഈ ലോകത്തിൽ നടന്ന കല്യാണത്തിന്റെ കാര്യം, ഇതേ കാണത്തുള്ളൂ സാക്ഷ്യത്തിൽ. और यहाँ पे आपको जो एडमिशन मिला, भर्ती मिला, यहाँ पे जो आपकी बच्चों की ब्याह हुआ, और जो भौतिक आशीष मिले, ये सारी बातें उनकी गवाही में होंगे। ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? हे सोने वालों, मुर्दों में से जी उठो, उसका कहने का मतलब क्या है? നിന്റെ ചിന്ത മാറട്ടെ, आपका सोच बदल जाए, സാക്ഷ്യം മാറട്ടെ, आपकी गवाही बदल जाए। ലോകത്തിൽ ഇല്ലാത്ത ഒരു വേറെ സംസ്കാരം, വേറെ ചിന്താഗതി, വേറെ സക്സസിന്റെ അളവുകോൽ നമ്മുടെ മൈൻഡിൽ വരട്ടെ. അതാ ഇതിന്റെ അർത്ഥം. वो जो संसार में नहीं है, वो सोच और विचार, वो सफलता का कुछ नापदंड आपके जीवन में आ जाए। 5-ാം അധ്യായം 7-ാം വാക്യത്തിലെ അവരുടെ കൂട്ടാളികളാകരുത് എന്നുള്ള വാക്യം കണ്ടവർ നിങ്ങളുടെ കൈ എന്നെ ഒന്ന് കാണിക്കാവോ? എനിക്ക് നിങ്ങളുടെ 5वें अध्याय की 7वीं आयत में जिन्होंने देख लिया कि उनके सहभागी ना बने, क्या आपने वचन देखा है? तो हाथ उठाकर मुझे आप दिखा सकेंगे? ഇനി നോക്കിയേ 5:11 അതേ പദം കാണുന്നുണ്ടോ എന്ന് നോക്കിയേ, ശ്രദ്ധിച്ചു നോക്കിയേ. എന്താ ഈ ഉറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ? ये सोने वाले का मतलब क्या है? यही 5वें अध्याय की 11वीं आयत को ध्यान से सुन देखें। ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. കൂട്ടാളികൾ അടിവരയിടണം ആ പദം. सहभागी ना हो। കൂട്ടാളികളാകുന്നതാ ഉറക്കത്തിന്റെ ലക്ഷണം, കൈയടിക്കാതിരിക്കുന്നതല്ല. सहभागी होने का मतलब है उनके साथ आप सो रहे हैं। ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാമോ ദൈവമക്കളെ? और इसके अंदर के सबसे मुख्य कार्य क्या है आप जानते हैं? ഈ കൂട്ടാളികളാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായ വേർഡ് ഞാൻ ഉപയോഗിച്ചാൽ ഇൻഫ്ലുവൻസ്ഡ് ആകരുത്, ലോകത്താൽ ഇൻഫ്ലുവൻസ്ഡ് ആകരുത്, ലോകത്തിന്റെ സമ്പത്തിൽ കണ്ണ് മഞ്ചളിച്ചു പോകരുത്. അതാ അതിന്റെ അർത്ഥം. और ये सहभागी ना हो का मतलब सबसे सरल भाषा में मैं आपसे कह पाऊं तो संसार की कोई भी बातों से आप प्रेरित ना हो जाए, संसार के धन दौलत से आपकी आंखें धुंधली और पीली ना हो जाए। 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇതേ പദം ഉണ്ട് എന്നുള്ളതാണ് കണ്ണ് തുറന്ന് കാണേണ്ടത്. और 3रे अध्याय की 6ठी आयत में यही भाग वहां पे लिखा हुआ है, इसलिए നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? हमें क्यों परमेश्वर ने बुलाई, हम क्या जानते हैं? ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ, അടുത്ത വാക്കെന്താ? വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം. വാഗ്ദത്തത്തിൽ പങ്കാളികളാകേണ്ടവർ, യേശുവിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആകേണ്ടവർ, ലോകത്താൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എത്ര കൈയടിച്ച് തുള്ളിച്ചാടിയാലും
അതിനെ ബൈബിൾ വിളിക്കുന്നത് ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കൂ, യേശുവിനാൽ നീ ഇൻഫ്ലുവൻസ്ഡ് ആകൂ എന്നാകുന്നു. और तीसरे अध्याय की 6ठी आयत में अर्थात यह कि मसीह यीशु के सुसमाचार के द्वारा अन्य जाति लोग मारिस की माजी एक देह की प्रतिज्ञा के भागी बने। हमें एक देह, मसीह के एक देह की प्रतिज्ञा के भागी बनना है। अगर संसार के द्वारा प्रेरित हो गए तो आप सोए हुए लोग हैं। നമ്മള് താമസിക്കുന്നിടത്ത് നമ്മുടെ സാക്ഷ്യം എങ്ങനെയുണ്ട്? എല്ലാരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. हम जहाँ पे रहते हैं, आप ध्यान से सुने, आपकी गवाही किस प्रकार की है? നമ്മളുടെ അയൽവക്കക്കാര് നമ്മളെ കുറിച്ച് ഇവര് സഭയെ പോകുന്നവരാ, അതാണോ അവരുടെ സാക്ഷ്യം? അതോ ഇവര് വളരെ വ്യത്യസ്തരാണ്? हमारे पड़ोसी क्या कहेंगे? ये इतवार को कलीसिया में जाता है या ये सब लोगों से एक अलग व्यक्ति है? സഭയെ പോകുന്നവര് എന്നുള്ള സാക്ഷ്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. यहाँ पे कलीसिया में जाते हैं, ये गवाही के बारे में नहीं बोला गया है। ദൈവശക്തിയാൽ സഭയായി തീർന്നവർ, और परमेश्वर के सामर्थ्य से कलीसिया रूपी हाल्या उस आदर्श में बदले हुए लोग। നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അയൽവക്കങ്ങളിൽ ഉള്ളവർക്ക്, നിങ്ങൾ താമസിക്കുന്ന ഇടത്തുള്ളവർ പറയാറുണ്ടോ, ദേ പോകുന്നു വളരെ വ്യത്യസ്തയായ ഒരു പെൺകുട്ടി, വളരെ വ്യത്യസ്തയായ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ മൈൻഡ് ഡിഫറെന്റ് ആണ്, ഈ ലോകത്തിൽ എല്ലാവർക്കും സമ്പത്ത് കൂട്ടണം, പക്ഷെ ഈ കുഞ്ഞുങ്ങളെ നോക്ക്, അവർക്ക് ദൈവഭക്തി ഉള്ളവരാണ്, അവർ ദൈവത്തെ വിശ്വസിച്ച് തൃപ്തരായി ജീവിക്കുന്നവർ. അതാ വെളിച്ചത്തിൽ വന്നതിന്റെ ലക്ഷണം. आपके बच्चे लोग, आपकी बालक या बालिका जब बाहर जाते हैं तो क्या आपके पड़ोसी, आसपास के लोग कह पाएंगे कि भैया ये लोग अलग विचार के हैं, इनका लालच धन दौल बटोरना नहीं है, बल्कि विभिन्न आदर्श के साथ ये लोग जीते हैं? ഞാൻ ഈ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു വന്നപ്പോ നിങ്ങൾ ചിലർക്കെങ്കിലും ഇപ്പം കഴിഞ്ഞ സെന്റൻസ് ചിന്തിച്ചു, അല്ല അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പൈസ ഒക്കെ ഉണ്ടാക്കി ജീവിക്കുക, അതിന് എന്താ പാസ്റ്റർ കുഴപ്പം? വെളിച്ചവും അതും എല്ലാം കൂടെ ഒരുമിച്ച് പോകത്തില്ലേ? പാസ്റ്റർ എന്തോ ഇത് ഇങ്ങനെ പറഞ്ഞേ? आप में से शायद पिछले पंक्ति में आपने सोचा कि पासवान इस प्रकार से क्यों बोलते हैं, हमारे बच्चे क्या पैसे नहीं कमा सकते? ഇരുട്ടിൽ ജീവിക്കുന്ന ഒരാളുടെ പ്രധാന ലക്ഷണം രണ്ടിടങ്ങളിൽ എഫേസ് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാവോ? और अंधकार में रहने वाले लोगों के बारे में इस इफिसियों की पत्री में 2 बार बोला गया है। 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ അത്യാഗ്രഹം, 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ അത്യാഗ്രഹം, തൃപ്തിയില്ല, എത്രയും കൂടുതൽ 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 എനിക്ക് തന്നെ വാരി കൂട്ടുക. और 4थे अध्याय की 19 पद में 5वें अध्याय में भी 2 बार लिखा है कि उनका जो है लालसा है, कैसे कैसे कमाना है, कैसे भी कैसे उनको बटोरना है, इस संसार में जो कुछ कमाना है उसके बारे में बोला गया है। അല്ല പാസ്റ്റർ, അപ്പൊ വെളിച്ചത്തിൽ നടക്കുന്നവർക്ക് നല്ല ജോലി കിട്ടത്തില്ലേ? उसका मतलब क्या ज्योति में चलने वालों को अच्छी नौकरी नहीं मिलेगी? നല്ലതായിട്ട് പഠിച്ചാ കിട്ടും. अच्छी तरह से पढ़ेंगे तो मिलेगा। 5 ഡിജിറ്റ്, 6 ഡിജിറ്റ്, 7 ഡിജിറ്റ് ഒക്കെ കിട്ടും. 5 अंक, 6 अंक, 7 अंक, ये सैलरियां सब मिलते रहेंगे। പക്ഷേ കിട്ടിയാൽ വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ 4-28 കാണും ജീവിതത്തിൽ. 4-28. और 4थे अध्याय की 28वीं आयत के आधार पर आपको अपना जीवन व्यतीत करना होगा। മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. और भले काम करने के लिए अपने हाथों से परिश्रम करे कि जिसके पास नहीं हो उनको आप दान करते जाएं। ബൈബിളിന്റെ അടിസ്ഥാനത്തിലെ ആത്മീയത എന്താണെന്ന് അറിയാമോ? बाइबल के आधार पर आत्मिकता क्या है? കൈയടിക്കുന്നത് മാത്രമല്ല, ताली बजाना अकेला ही नहीं है, പ്രസംഗിക്കുന്നതുമല്ല, और प्रचार करना अकेला नहीं है। എന്റെ പണത്തോടുള്ള സമീപനം മാറ്റുന്ന ആത്മശക്തിയെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. और धन के प्रति मेरी लालसा और मेरा विचार कैसा बदल जाएगा उसके बारे में मैं आपसे कह रहा हूं। അതാണ് യേശുവിന്റെ ശക്തി, और वो है यीशु मसीह की सामर्थ, അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി, और वे पवित्र आत्मा की सामर्थ, അതാണ് ബോധം വരുത്തുന്ന ശക്തി. और वो हमें ज्ञान दिलाने वाली सामर्थ है।
എഫെസോസിൽ ഒരു സഭയുടെ ഉണ്ടായിട്ട് എന്ത് കാണാനാ? और इफिसुस में कलीसिया बनने से क्या दिखना चाहिए? പൗലോസ് പറയുക അത്ഭുതം മാത്രം പോരാ, और पौलुस कहता है अद्भुत कार्य अकेला ही नहीं। അന്യഭാഷ മാത്രം പോരാ, एक्सक्यूज मी पास्टर, അന്യഭാഷ മാത്രം പോരാ, अन्य भाषा अकेला ही नहीं, ബൈബിൾ സ്റ്റഡി മാത്രം പോരാ, बाइबल अध्ययन अकेला ही नहीं, നിങ്ങളിൽ വെളിച്ചം പ്രകാശിക്കണം, और तुम्हारे में ज्योति चमकता रहे, നിങ്ങൾക്ക് ബോധം വരണം. हमें तुम्हें ज्ञान मिलता रहे। IPCNR വെസ്റ്റ് സോണിലുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാരുമേ, IPCNR वेस्ट जोन के मेरे सारे भाई और बहनों, നിങ്ങളിൽ എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, എനിക്ക് ആ ദൈവരാജ്യത്തിന്റെ സുബോധം എനിക്ക് വേണം, എനിക്ക് വേണം, और मुझे परमेश्वर के राज्य का ज्ञान मुझे चाहिए, എനിക്ക് കൊടുക്കാനുള്ള കൃപ വേണം, मुझे देने का अनुग्रह मिलना चाहिए, എനിക്ക് കൂട്ടിവെക്കാനുള്ള കൃപയല്ല ദാനം ചെയ്യാനുള്ള കൃപ വേണം. मुझे बटोरने के लिए नहीं बल्कि दान देने के लिए, बांटने के लिए मुझे अनुग्रह चाहिए। ലോകത്തെ പോലെ ചിന്തിക്കാതിരിക്കാനുള്ള കൃപ വേണം എനിക്ക്. दुनिया के समान, संसार के समान मैं ना सोच पाऊं, इस प्रकार का वरदान मुझे चाहिए। ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്ക്, വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ പോലും ഇങ്ങനെ അമ്പരക്കും, ഇത് ഞാനാണോ? ദൈവത്തിന്റെ സ്പർശനം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുകയും ഇതുവരെ നിങ്ങൾ വലുതായി കണ്ടുവച്ചതെല്ലാം താഴെ വീണ് ഉടയുകയും എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറയുകയും എന്റെ കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നെങ്കിൽ അവർ പോകട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രൂപാന്തരം നമ്മുടെ സോണിൽ ദൈവം തുടങ്ങാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. और मैं आज रात को आप लोगों से कहता हूं, विश्वास करने वाले लोग यानी परमेश्वर के राज्य के खोजी होने वाले, संसार के सोच के नहीं, परमेश्वर के सोच के विचार के आधार पर आगे जाने वाले, जिसको आपने अपने संसार में बहुत ज्यादा मुख्यता प्रमुखता दिया था, वो कुछ भी आपके जीवन में बड़ा कार्य नहीं होगा, यहां तक कि आपके बच्चों को भी आप सेवा के लिए भेजने के लिए तैयार हो जाएंगे। ഇവിടെ ഉറങ്ങുന്നവരെ എന്ന് വിളിച്ചത് പ്രസംഗ സമയം ഇങ്ങനെ ഉറങ്ങുന്നവരല്ല. यहाँ पे सोने वाले का मतलब प्रचार के समय में सोने वालों की बात नहीं कह रहे हैं। ഇവിടെ ഉറങ്ങുന്നവരെന്നുള്ളത് എല്ലാരും അന്യഭാഷ പറഞ്ഞപ്പോ മിണ്ടാതിരുന്നവരെ അല്ല. और सब लोग अन्य भाषा बोलते समय चुप रहने वालों को सोने वाले नहीं बोल रहे हैं। ഇവിടെ ഉറങ്ങുന്നവരെന്ന് വിളിച്ചത് പുറമെ എല്ലാ ഭക്തിയും വേഷവും ഉണ്ടെങ്കിലും മനസ്സ് മാറാത്തൊരു കൂട്ടമായി എഫെസസിലുള്ളവരെ അധപ്പതിച്ചപ്പോ അവരെ അപ്പോസ്തലൻ വിളിക്കുക ഉറങ്ങുന്നവരെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ലോകത്താൽ സ്വാധീനപ്പെടാതെ സടകുടഞ്ഞൊന്ന് എഴുന്നേക്ക്, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കട്ടെ, യേശു നിന്റെ മേൽ പ്രകാശിച്ച് യേശുവിന്റെ സ്വഭാവം റിഫ്ലക്റ്റഡ് ആകട്ടെ എന്നാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. और यहाँ पे पौलुस प्रार्थना करता है, हे सोने वालों, मरों में से जी उठो का मतलब यह है कि वेशभूषा में, दिखावे में शायद आप आत्मिक है, अंदर रूप से आपका सोच और आपका विचार और आपके कार्य वचन के आधार पर नहीं है, इसलिए आपके सारे बुरे कार्यों को छोड़कर, झाड़कर, उठकर आप एक नया व्यक्ति बन जाएं। അവരോട് കൂട്ടാളികളാകരുത്. उनके सहभागी ना होना। നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? क्या आप एक बात जानते हैं? ഇത് ലോകത്തെ ചൊല്ലി പറയേണ്ടതാ. വേണ്ട, അവരോട് കൂട്ടാളികളാകരുത് എന്ന് ലോകത്തെ കാണിച്ച് പറയേണ്ട വാക്കാണ് വാസ്തവത്തിൽ. और ये सच रूप से संसार के लोगों को दिखा के बोलना चाहिए कि उनके समान तुम ना बनो। ഇന്നിപ്പോ എങ്ങനായി തീർന്നെന്നറിയാമോ? अभी किस प्रकार से हम बन गए हैं? ചർച്ചിനകത്തുള്ള ചിലരെ നോക്കി കാണിച്ചു കൊടുക്കേണ്ട വന്നു, അവരോട് കൂട്ടാളികളാകരുതേ, ഇവൻ ലോകമാണ്. और अभी कलीसिया के अंदर के लोगों को दर्शा के बोल रहे हैं, इनके सहभागी ना होना, क्योंकि ये लोग संसारिक हो चुके हैं। സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്നത് ലോകമാണ്. അവരോട് കൂട്ടാളികളാകരുത്. ഉറങ്ങുന്നവനെ എഴുന്നേൽക്ക്, യേശു നിന്റെ മേൽ പ്രകാശിക്കട്ടെ എന്നാ പൗലോസ് പറയുന്നത്. स्थान के लिए, आदर के लिए, सम्मान के लिए जो लोग दौड़ लगाते हैं, उनके समान ना बनना, मरे में से उठ जाने के लिए पौलुस कहता है। അവരോട് കൂട്ടാളികളാകരുത്.
ഓരോ ലോക്കൽ ചർച്ചിലും ഇത് സംഭവിക്കാം. സംഘടനയെ മാത്രമല്ല, ഒരു ലോക്കൽ ചർച്ചിൽ ഇത് സംഭവിക്കാം. शायद ये संस्था के अकेला अंदर ही नहीं बल्कि स्थानीय कलीसिया के अंदर भी ये कार्य हो रहे हैं. ഉന്നത ചിന്താഗതിയുള്ള ചിലര്, बड़े विचार रखने वाले कुछ लोग, ഞങ്ങളാ സഭ തുടങ്ങിയത്, हमने कलीसिया को स्थापित किया था, ഞങ്ങളാ സഭ തുടങ്ങിയത്. हमने कलीसिया की शुरुआत की थी. ഉറങ്ങുന്ന ഒരു വ്യക്തിയുടെ ശബ്ദമാണത്. और वो सोने वाले व्यक्ति की आवाज है वो, അത് ലോകത്തിന്റെ ഒരു ശബ്ദമാണത്. और वो सांसारिक व्यक्ति की आवाज है वो. ആ പറയുന്ന വ്യക്തി മിടുക്കനാണെന്നാ ചിന്തിക്കുന്നത്. और वो कहने वाला व्यक्ति सोचता है कि वो बहुत बड़ा होशियार है. ആ ഞങ്ങളാണ് ഇവിടെ തുടങ്ങിയത്, ഞങ്ങളാണ് പാസ്റ്റർമാർക്ക് കൊടുത്തത്, മിടുക്കനായിട്ടാ തോന്നുന്നത്. हमने कलीसिया को स्थापना किया था, हमने पहले पासवान को हमने खिलाया पिलाया है. പക്ഷെ ഒരു ലോകത്തിന്റെ സംസാരമാണത്. पर एक सांसारिक व्यक्ति की आवाज है वो. വെളിച്ചം ആ വ്യക്തിയിൽ അടിച്ചാൽ എന്താ പറയാൻ പോകുന്നതെന്നറിയോ? अगर ज्योति उस व्यक्ति में आ गई तो वो क्या बोलेगा? ദൈവത്തിന്റെ ശരീരത്തിന്റെ ഭാഗമാകാൻ എനിക്കൊരു നിയോഗം കിട്ടി, എന്റെ കുടുംബത്തെ കർത്താവ് ഉപയോഗിച്ചു, അത്രമാത്രം. അത് വെച്ച് ഒരു കളിയും കളിക്കാൻ നിൽക്കത്തില്ല. परमेश्वर के शरीर के एक सहभागी होने के लिए परमेश्वर ने मुझे और मेरे परिवार को इस्तेमाल किया, यही कहेगा. उसके आगे वो कोई भी खेल खेलने के लिए तैयार नहीं होगा. സഭ ഒരു വ്യക്തിക്ക് തുടങ്ങാൻ ഒക്കുന്നതല്ല, ഇത് യേശുവിന്റെ ശരീരമാണ്. ഇത് സകല നിറവും നിറയുന്ന യേശുവിന്റെ ശരീരമാണ്. ഇത് ദൈവം വസിക്കുന്ന നിവാസമാണ്. ഇത് യേശുവിന്റെ മണവാട്ടിയാണ്. അതാ യഥാർത്ഥ ദൈവസഭ. और सही रूप की कलीसिया जो है ये परमेश्वर का शरीर है, उसे कोई स्थापित नहीं कर सकता. पूरी भरपूरी उसके अंदर है, इसलिए एक व्यक्ति के द्वारा ये स्थापित नहीं होता है. സമയം അതിവേഗം അങ്ങ് പോയി. ഞാൻ ഇപ്പോഴാണ് ഈ വാച്ചയിലോട് നോക്കിയപ്പോ സമയം പോയി. അപ്പൊ അടുത്തൊരു കാര്യം വേഗത്തിൽ പറയാം. और मैं अभी घड़ी को देख रहा हूँ, समय तो मेरा बहुत आगे दौड़ गया है. जल्दी से एक बात मैं आपसे कहता हूँ. ഉറങ്ങുന്നവരാരാന്ന് മനസ്സിലായല്ലോ? अभी तो आप समझ गए सोने वाले कौन है. ഈ എഴുന്നേക്കുക എന്ന് പറഞ്ഞാൽ എന്താ? उठो, जागो, उसका मतलब क्या है? ഉറങ്ങുന്നവനെ മരിച്ചവരുടെ എഴുന്നേക്കുക. सोने वालों मुर्दों में से जी उठो. ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അവൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? जागने का मतलब अवेक का अर्थ क्या है? പാസ്റ്ററെ, ഞാൻ ഇതുവരെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ വായും പൂട്ടിയാ ഇരുന്നത്. പക്ഷെ ഇന്ന് മുതൽ ഞാൻ മാറി പാസ്റ്ററെ. ഞാനൊരു സ്തോത്രവും ഞാനൊരു അല്ലേലുയായും ഇടയ്ക്ക് വെക്കുവാണെങ്കിൽ ഒന്ന് കൈയൊക്കെ പൊക്കിയും. അതല്ല ഇവിടത്തെ അവൈക്ക്. और जागने का मतलब ये नहीं कि अभी तक मैं चुप रहता था, हाथ नहीं उठाता था, कोई प्रतिक्रिया नहीं करता था, पर अब मैं ये करने लगा, ये है इसका अर्थ. അഞ്ചാം അധ്യായം 11, അഞ്ചാം അധ്യായം 13 രണ്ട് വാക്കുകളുണ്ട്. എഴുന്നേൽക്ക എന്ന് പറഞ്ഞാൽ എന്താ? എഴുന്നേൽക്ക. 5 का 11, 5 का 13, उठो जागो, उसका मतलब क्या है? നിങ്ങൾ കണ്ടോ ഒരു വാക്ക്? അവയെ ശാസിക്കുക അത്ര വേണ്ടത്. കണ്ടോ? ശാസിക്കുക അത്ര വേണ്ടത്. उन्हें उलाहना देना है, नहीं तो उन्हें डांटना है. 13ാം വാക്യം അവയെ ശാസിക്കുമ്പോഴോ? എല്ലാരും കാണുന്നുണ്ടോ ഈ വാക്ക്? सारे लोग इस आयत को देख रहे हैं. 11वें पद और 13वें पद में उलाहना देना, डांटना, फटकार लगाना. കണ്ടവര് മാത്രം നിങ്ങളുടെ കൈ ഒന്ന് കാണിക്കാം എന്നെ. इस आयत को देख लिया है, कृपया करके हाथ उठा के तो दिखाएं कि आपने इस वचन को देख लिया है. ശാസിക്കണം. എഴുന്നേറ്റവന്റെ ലക്ഷണം എന്താ? ശാസിക്കണമെന്ന്. और जागने का मतलब ये है कि फटकार लगाना, डांट लगाना, उलाहना देना. പക്ഷേ ഈ മലയാളം ശാസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ടായത്. शायद ये डांटना, फटकार लगाना, उलाहना देना उसका एक नकारात्मक अर्थ है. ശാസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണെന്നറിയാം? പയ്യൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമ്പോ ഇവിടെ വന്നിരടാ. ശാസിക്കുക എന്ന് പറഞ്ഞാൽ റബ്യൂക്ക് ചെയ്യുക, അവനെ വിരട്ടുക എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. शायद उलाहना देने का मतलब ये हम समझते हैं उसको डराना है, ऐसा समझते हैं हम. ശാസിക്കുക എന്ന് പറയുന്നതിന്റെ
ഇംഗ്ലീഷ് പരിഭാഷ ഉള്ളവർ നോക്കിയേ, മൂലപദവുമായിട്ട് ആ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് ചേർച്ച കൂടുതൽ. എന്ത് ലാംഗ്വേജ് എഴുതിയിരിക്കുന്നറിയാം? शायद हम विभिन्न भाषा को इस्तेमाल कर रहे हैं, पर इसकी मूल भाषा से इसकी अंग्रेजी अनुवाद सबसे ज्यादा निकट और मेल खाती है। 5:11 5वें अध्याय 11वीं आयत, एक्सपोज एक्सपोज KJV प्रकट परिभाष करना। ഇപ്പൊ നമ്മുടെ സ്ക്രീനിൽ വന്നിരിക്കുന്ന KJV പരിഭാഷ റിപ്രൂവ്, അതിനെക്കാട്ടിൽ ബെറ്റർ ആണ്. NIV ട്രാൻസ്ലേഷൻ പറയുന്നു എക്സ്പോസ്. ഈ എഴുന്നേറ്റവന്റെ ലക്ഷണം എന്താണെന്നറിയോ? അവൻ പോകുന്നിട എല്ലാം അവൻ ടോർച്ചടിക്കും, അവൻ എക്സ്പോസ് ചെയ്യും. താങ്ക് യു മനോജ്. और वो जो है जहां जहां जाता है टॉर्च को जलाता है और अंधेरे में वो ज्योति को दिखाता है। 5:13 പിന്നെയും എക്സ്പോസ് ചെയ്യുക. और 5:13 में फिर प्रकट करना। നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരെ സഭയ്ക്കകത്ത്? ചിലരെ കണ്ടിട്ടുണ്ടോ? എന്ത് പറ്റി? क्या आप लोगों ने कलीसिया के अंदर कुछ लोगों को देखा है क्या? ചിലര് പറയുന്ന നമുക്ക് ആരെയും മാറ്റാനൊന്നും ഒക്കത്തില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാമെന്ന്. और हम किसी को बदल नहीं सकते, हम अपने कार्य को देखते हुए आगे जाएंगे। വേറെ പണിയില്ലേ? ആൾക്കാരെയൊക്കെ നമ്മൾ പറയാൻ പോയി, നമ്മള് 10 മണിക്കുള്ള യോഗത്തിന് നമ്മൾ 10 മണിക്ക് പോവാ, 12 മണിക്ക് തിരിച്ചു വരിക, ഞാനും എന്റെ കുടുംബവും അങ്ങനെ അങ്ങ് പോയേച്ചാ മതി, കൂടുതൽ പരിപാടിക്കൊന്നും പോണ്ട. हम 10 बजे जाएंगे, आराधना खत्म होंगे, अपने घर में जाएंगे, हम किसी से ज्यादा लेने नहीं, हम अपने काम को देखेंगे और किसी बातों में हम दखल नहीं देंगे। ഉറങ്ങുന്നവന്റെ ലക്ഷണമാണത്. सोने वालों का काम है। അവന് ദൈവസഭയെ കുറിച്ച് ഒന്നും തോന്നുന്നില്ല. और उसको कलीसिया का कोई परवाह नहीं है। അവിടെ പാപത്തിൽ ജീവിക്കുന്നവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു തോന്നലും ഇല്ല. और वहां पे पाप में जीने वाला व्यक्ति है बोलने से उसकी कोई परवाह नहीं है। ഉറങ്ങുന്നവനെ നീ എഴുന്നേക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? हे सोने वालों जाग उठो, उसका मतलब क्या है? നീ എക്സ്പോസ് ചെയ്യണം, और तुझे प्रकट करना है। പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ വാക്കെന്നൊരു പദമേ ഇല്ല. ശ്രദ്ധിച്ചോ? എങ്ങനെ എക്സ്പോസ് ചെയ്യണം? ध्यान से सुनना है, यहाँ पे शब्द नामक कोई भी बात यहाँ पे नहीं बोला गया है। ഈ മീറ്റിംഗിന്റെ നാളെ ശനിയാഴ്ച വൈകിട്ട് ലോക്കൽ പാസ്റ്റർക്ക് ഒരു മെസ്സേജ് അയച്ച്, ഞാൻ 1-ാം ദിവസത്തെ ആ ദൂത് ശക്തമായി ഏറ്റെടുത്തു. എനിക്ക് ഞായറാഴ്ച, എനിക്ക് തോന്നുന്നു ഈ ആഴ്ച കമ്പൈൻഡ് സർവീസ് ആണെന്ന് തോന്നുന്നു, അടുത്ത ആഴ്ച എനിക്കൊരു 5 മിനിറ്റ് വേണം, എനിക്ക് ചിലത് ഇവിടെ പൊളിക്കാനുണ്ട്. ഇല്ല പൊളിക്കുന്നത് പുൾപിറ്റിലല്ല, ജീവിത മാതൃകയിലൂടെ പൊളിച്ചോണം അന്ധകാരം. പറയുന്ന മനസ്സിലാവും? ये महीने का पहला दिन है, अगला शनिवार है, अगला तो संयुक्त आराधना है, इसलिए अगले हफ्ते को मुझे 10 मिनट चाहिए पास्टर जी, कुछ बातों को मुझे यहाँ पे प्रकट करना है। ये बातें पुलपिट पर नहीं प्रकट की जाती, आप अपने जीवन के द्वारा उनको प्रकट करके दिखाएं। ഇവിടെ പ്രസംഗത്തിലൂടെ പൊളിക്കുന്ന കാര്യമല്ല പറയുന്നത്. यहाँ प्रचार के द्वारा कुछ चीजों को प्रकट करना, बर्बाद करने वाली बात नहीं। പ്രബോധനത്തിലൂടെ പൊളിക്കുന്ന കാര്യമല്ല പറയുന്നത്. यहाँ पे सांत्वना के द्वारा किसी चीज को प्रकट करना नहीं बोल रहे हैं। ജീവിച്ച് കാണിക്കുമ്പോൾ ആ വെളിച്ചം അടിച്ച് പൊളിയേണ്ടത് പൊളിഞ്ഞോളും. അതിനാ സഭയിലാക്കിയിരിക്കുന്നത്, അതിനാ ദേശത്താക്കിയിരിക്കുന്നത്. നിന്നിലുള്ള വെളിച്ചം ക്രിസ്തു പ്രകാശിക്കുമ്പോൾ അന്ധകാരത്തെ ഡിസ്പെൽ ചെയ്യുന്ന ഒരു പുതിയ അഭിഷേകം നിങ്ങളുടെ മേൽ വരണം ഇന്ന് രാത്രി. और जब आप पवित्र आत्मा से भरकर जीवन व्यतीत करते जाएंगे, आपके जीवन के ज्योति के द्वारा स्वयं अंधकार जो है प्रकट होता जाएगा और वो धीरे धीरे टूटकर हटकर अलग होते जाएंगे। ചിലര് ഇനി പറഞ്ഞ അങ്ങനെയുള്ളവരെ ഞാനത് പറയാൻ ഉദ്ദേശിച്ചല്ലേലും പറയാം. ചിലർ ഏത് ചർച്ചിൽ ചെന്നാലും അവർക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, ശരിയല്ല, പാട്ട് പോരാ, പ്രസംഗം പോരാ, ഇവിടുത്തെ എല്ലാവരുടെയും ഇരിപ്പ് കണ്ട് ഇവിടെ ആരാധനയില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആരാധന എന്തുവാ? ആരാധന എന്ന് പറഞ്ഞ ബഹളം ഉണ്ടായതാണോ? ഈ അന്ധകാരത്തെ ശപിക്കാതെ ഈ കൺവെൻഷൻ കഴിയുന്നതോടെ ആ ഹോളിലേക്ക് ചെല്ലുമ്പോൾ, അല്ല ചെല്ലണ്ട, ആ കൂടിവരവിൽ നിങ്ങൾ നിമിത്തം അന്ധകാരത്തെ ശപിക്കാതെ ക്രിസ്തു പ്രകാശിക്കുമ്പോൾ നിങ്ങളിലൂടെ ആ സഭയിൽ ഒരു ഉണർവ് നടക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രിയുണ്ട്? പ്രസംഗം ചെയ്യാതെ
ആത്മനിറവുള്ളവൻ അഭിഷേകത്തിൽ നടന്നു വരുമ്പോൾ സഭയുടെ അന്തരീക്ഷം മാറുകയും നിങ്ങളിലൂടെ അന്ധകാരം മാറിപ്പോകുകയും ചെയ്യുന്ന ആത്മനിറവിന്റെ തലത്തെ കുറിച്ചാ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന്റെ ലക്ഷണം. और मैं ये बात को बता रहा हूं कि आत्मा की भरपूरी से जब आप जाते जाएंगे, अपने आप अंधकार दूर होता जाएगा और ये संसार के कार्य उनसे दूर होंगे, आप उनके लिए एक आशीष का कारण होगा. यही है सोने में से जाग उठने का मतलब. ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നത് ഒരു ആത്മനിയോഗത്തിലാണ് എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. और मैं विश्वास करता हूं ये सभा जो है आत्मा की प्रेरणा के द्वारा चलाए जा रहे हैं. ഇതൊരു കലണ്ടർ ഇവന്റ് ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇത് ഒരു कैलेंडर में होने वाली घटना के रूप में नहीं बोल रहा हूं मैं. ഇതൊരു ഫോർ ദ സേക്ക് ഓഫ് മീറ്റിംഗ് അല്ല. ഇതൊരു ആത്മനിയോഗത്തിന്റെ कार्यक्रम के लिए कार्यक्रम नहीं बनाया गया है. എന്തിനാ ഇത് നടക്കുന്നതെന്ന് അറിയാമോ? और ये ऐसी प्रकार की सभाएं क्यों होती है? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു വിളിയാണ് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. और सोने वालों में से जाग उठने के लिए एक पुकार आपके जीवन में आ रहा है. ഞാന് ഈ സൂമിനകത്തോട്ട് കയറിയപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. और ये जूम के अंदर जैसे मैंने प्रवेश किया, मेरे विचार में आने वाली एक बात कहकर मैं अपनी बातों को यहाँ पे समाप्त करूंगा. കഴിഞ്ഞൊരു വർഷം പാൻഡമിക്കിൽ എത്ര പാസ്റ്റേഴ്സ് ഈ നേഷനിൽ, ഇന്ത്യ മഹാരാജ്യത്തിൽ മരിച്ചുവെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണക്കുണ്ടോ? पिछले महामारी में हमारे भारतवर्ष के अंदर कितने सारे पासवानों की मृत्यु हुई, क्या इसकी गिनती आपके पास है? കഴിഞ്ഞ ദിവസം എന്റെ സ്നേഹിതനോട് ഉത്തർപ്രദേശിൽ കർത്തൃവേല ചെയ്യുന്ന അനുഗ്രഹീത കർത്തൃദാസനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദൃശ്യാ താൻ പറഞ്ഞു, പാസ്റ്ററെ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർ ചർച്ചിന്റെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു പാൻഡമിക്കിൽ മരിച്ചവരെ കുറിച്ച്. 2000-ഓളം കണക്ക് വന്നു പല റീജിയണിൽ നിന്നായി. ഞാൻ പറഞ്ഞു, സത്യം പറ, 200 ആണോ 2000 ആണോ? അദ്ദേഹം പറഞ്ഞു 2000. ഓരോരുത്തര് പ്രസന്റ് ചെയ്ത് വന്നപ്പോൾ 2000 പാസ്റ്റേഴ്സോളം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് ലോഗിൻ ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ വന്നത്, ഞാൻ ഇവിടെ ജീവനോടിരിക്കുന്നത് വിശുദ്ധി കൂടുതൽ കൊണ്ടല്ല, ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ഉറക്കം മാറി ഞാൻ എഴുന്നേറ്റ് പ്രകാശിക്കണം. യേശുവിന് നിന്നെ കുറിച്ച് കേൾക്കുന്ന നിങ്ങളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. യു ആർ ബ്രീത്തിങ് ബിക്കോസ് ഗോഡ് ഹാസ് എ പർപ്പസ് ഓൺ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് വേറെ ഒന്നുമല്ല, കുറച്ചുകൂടെ വാരിക്കൂട്ടാനല്ല. നിങ്ങളിലൂടെ പ്രകാശം ഫലിക്കട്ടെ. വെളിച്ചം വരുമ്പോൾ അന്ധകാരം മാറിപ്പോവും. और यूपी में पिछले बार कुछ कलीसिया मिलकर कोरोना समय में मरे हुए लोगों की स्मृति के लिए वे मिले, तो लगभग 2000 पासवानों की गिनती वहां पे आ चुकी. जब मैं यहाँ पे जूम के प्रवेश किया तो मैंने बोला, मेरी भलाई के कारण नहीं है, पर परमेश्वर ने मुझे इसलिए रखा है कि मैं मरे हुए में से जी उठकर ज्योति बनूं और परमेश्वर की महिमा के लिए कार्य को करूं. സമയം തന്നാ നിങ്ങൾ പലരും സാക്ഷ്യം പറയുമെന്ന് എനിക്കറിയാം. പാസ്റ്ററെ, എനിക്കും പാൻഡമിക് വന്നായിരുന്നു, അത് ജോണ്ടിസ് പോലെ ആയിരുന്നു. ദൈവകൃപ എന്തിനു വേണ്ടിയാ? കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രമല്ല, വൈഫിന് ഹസ്ബൻഡ് നഷ്ടപ്പെടും അതുകൊണ്ടല്ല. എത്രയോ വൈഫുകൾ അവര് തന്നെ ആയിപ്പോയി. നമ്മൾ ശ്വസിക്കുന്നത് വെളിച്ചത്തിൽ വസിക്കാൻ, നടക്കാൻ, വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ക്രിസ്തുവിന്റെ അപ്രകാശനം നമ്മുടെ ചുറ്റിനും ഒന്ന് അയക്കാൻ, അതിനാണ് ജീവനോടിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ. और बहुत सारे लोग अगर समय दिया जाए तो आप लोग भी शायद इस प्रकार गवाही दे सकते हैं, आपका भी जीवन इस प्रकार से होगा. पर आज प्रभु ने हमें इसलिए जीवित रखा है, इसलिए हम श्वास लेते हैं, हम मरे हुए में से जाग उठे, परमेश्वर की महिमा के लिए, आशीष के लिए, अनुग्रह के लिए हम अपनी सेवा को करें, द्वारा प्रभु को हम दर्शाते रहें. ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാമോ? ഇരിക്കുന്നിടത്ത് കണ്ണുകളെ അടച്ച് തലകളെ ദൈവസൻ വണക്ക് ഒക്കുമെങ്കിൽ കരങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പണത്തിന്റെ സൂചകമായി ഉയർത്തി, കർത്താവ്, ഇന്നത്തെ ദിവസം രാത്രിയിൽ ആ കേൾപ്പിച്ച വചനത്തിന്റെ മുമ്പിൽ അങ്ങയുടെ ജീവൻ എന്റെ മേൽ വ്യാപരിക്കണമേ, പ്രകാശം എന്റെ മേൽ അടുപ്പിക്കണമേ. प्रार्थना कर पाएंगे जहाँ पे आप अपने स्थानों पे बैठे हुए, हम अपने आंखों को बंद करें, सरों को झुका और हम स्मरण
സുബോധം വരുത്തുന്ന ആത്മശക്തി, ज्ञान देने वाले आत्मा की सामर्थ्य, ചിന്തകളെ മാറ്റുന്ന ആത്മശക്തി, और सोच विचारों को बदलने वाले आत्मा की सामर्थ्य, ലോകത്തിന് അനുരൂപമായി ജീവിക്കാതിരിക്കാനുള്ള ആത്മശക്തി, संसार के सहभागी कर जीने वाले आत्मा की सामर्थ्य। നിങ്ങളിൽ എത്ര പേര് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ലോക്കൽ സഭയിൽ ഒരു ഉണർവിന്റെ കാറ്റടിപ്പിക്കണമേ, ഉറക്കത്തിൽ മയങ്ങിയിരിക്കുന്നവർ, ഉറക്കത്തിൽ ഇരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, അവർ യേശുവിനാൽ പിടിക്കപ്പെടട്ടെ. कितने लोग ये प्रार्थना करेंगे, इस प्रकार की बेदारी हमारी कलीसिया में आए, सोने वाले जाग उठे, हमारी आंखें खुल जाए और परमेश्वर की महिमा हुए। വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ, സ്നേഹത്തിൽ നടക്കുവാൻ, अनुसार हमें चलने के लिए ജ്ഞാനത്തിൽ നടക്കുവാൻ ദൈവത്തിന്റെ കൃപ ഏറ്റെടുക്കണം. और परमेश्वर के मार्ग में चलने के लिए अनुग्रह को हम प्राप्त करें। ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. इन वचनों के द्वारा परमेश्वर आप लोगों को बहुत भरपूरी रूप से आशीष दे पाए വെസ്റ്റ് സോണിൽ വെളിച്ചം വീശട്ടെ. और वेस्ट जोन के अंदर ज्योति प्रकाशित हो पाए। ആ മലയാളം പാട്ടിന്റെ വരികൾ പോലെ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ कि ज्योति आ रही है, अंधकार मिटता हटता जा रहा है। God bless you all. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. आप सभी लोगों को परमेश्वर आशीष दे।